ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മീഷോയിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കുർത്ത സെറ്റുകളാണ്. 500 രൂപയ്ക്ക് താഴെ വരുന്ന സെറ്റുകളാണ്. ഒരു 6 സെറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്, അതുപോലെ തന്നെ അത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കോഡും പ്രൈസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട്. ഈ കുർത്തിയുടെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോനാണ്. ഇതിൽ ബോട്ടം വെയർ ഇല്ല, നമുക്ക് കുർത്ത വിത്ത് ദുപ്പട്ട മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതൊരു പ്രിൻറ്റഡ് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. വൈറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ അത്ര ഫെയ്ഡ് ആവണ മാതിരത്തൊന്നും അല്ല തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് ആ കഴുത്താണ്. ബാക്കിലോട്ട് ഇങ്ങനൊരു മോഡലിലാണ് കഴുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് താഴത്തോട്ട് ഭയങ്കര വൈഡായിട്ട് മാതിരി തോന്നിയായിരുന്നു. അപ്പോൾ അത് മാത്രം എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ലാത്ത മാതിരി തോന്നി. പിന്നെ ഇതിൻ്റെ ഷോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനിത് ഇട്ടിട്ടും കൂടെ ഉള്ള ഒരു ലുക്കും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സെറ്റ് വരുന്നത് കുർത്ത വിത്ത് ദുപ്പട്ട തന്നെയാണ് വരുന്നത്, നേരത്തെ കാണിച്ച മാതിരി തന്നെ. അപ്പോൾ ഇതിനും ബോട്ടം വെയർ ഉണ്ടായിരുന്നില്ല, ഈ ഒരു മോഡലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന സമയത്ത് ഫുൾ ലെങ്ത് അല്ലായിരുന്നു, പക്ഷേ എനിക്ക് വന്ന സമയത്ത് ഇത് ഫുൾ ലെങ്ത് ഉള്ളൊരു ഗൗൺ മാതിരി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലാർജ് സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാർജ് വന്നപ്പോഴും എനിക്ക് കുറച്ച് അധികം തന്നെയായിരുന്നു വലിപ്പം, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഷോളാണെങ്കിലും അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ്. പിന്നെ നല്ല കളറാണ്, റെഡ് കളറാണ്. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്രില്ല് മാതിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്ലെയർഡൊന്നുമല്ല, പക്ഷേ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കൊടുത്തേക്കാം. മൂന്നാമത്തെ സെറ്റ് വന്നിട്ട് ഫുൾ സെറ്റാണ്, അതായത് കുർത്ത, ദുപ്പട്ട പ്ലസ് ബോട്ടം വിയർ അങ്ങനെ വരുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ആയിരുന്നു, ബോട്ടം വിയർ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണെന്നാണ് മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ വന്ന സമയത്ത് ഇതിൻ്റെ മെറ്റീരിയൽ ജോർജറ്റ് അല്ല കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇത് ഭയങ്കര നൈസായിട്ടുള്ളൊരു മെറ്റീരിയൽ. എനിക്ക് ആക്ച്വലി എന്താണെന്നുള്ളത് പറയാൻ അറിയണില്ല. അത്രയും നമ്മളിങ്ങനെ ഭയങ്കര നൈസായിട്ടുള്ളൊരു തരത്തിൽ, നെറ്റും അല്ല എന്നാൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ക്വാളിറ്റി തോന്നിയില്ല കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം വെയർ പിന്നെയും കുഴപ്പമില്ല, അതും കോട്ടനൊന്നുമല്ല, ഈ പറഞ്ഞ മാതിരി റയോൺ മാതിരി ഒരു ടൈപ്പായിരുന്നു, ഇലാസ്റ്റിക് മാതിരിയൊക്കെ ആയിരുന്നു. അത് പിന്നെയും ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഷോൾ വന്നിട്ട് നെറ്റിൻ്റെ ആയിരുന്നു, രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡറൊക്കെ കൊടുത്തിട്ട് കാണാനൊരു ലുക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഞാൻ ഓർഡർ ചെയ്ത കളർ വൈൻ കളറായിരുന്നു. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഞാൻ XL കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് XL വലിപ്പം കൂടുതൽ തന്നെയാണ്. മൊത്തത്തിലിട്ട് വന്നപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സുഖം തോന്നിയില്ല.
നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഈ പറഞ്ഞ മാതിരി തന്നെ പ്രിൻ്റഡ് ആണ്. അതും കുർത്ത വിത്ത് ബോട്ടം വിയർ ആണ് വരുന്നത്, ഷോളില്ല. ഇതും ഒരു നേവി ബ്ലൂ കളറിൽ ഉള്ളൊരു ടൈപ്പായിരുന്നു കേട്ടോ. ഇതിലൊരുവിധം എല്ലാം ഞാൻ ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽ വൈസൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ഇത് ഫുൾ പ്രിൻ്റഡ് ആണ് കേട്ടോ. ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ ഒഴികെ, എംബ്രോയ്ഡറി ഒഴികെ ബാക്കി ഈ സൈഡിൽ കാണുന്നതും അതുപോലെ തന്നെ കയ്യിൻ്റെ അവിടെ കാണുന്നതൊക്കെ ഫുൾ പ്രിൻ്റഡ് ആണ്. പിന്നെ പാൻ്റ് ആണെങ്കിലും താഴത്ത് കാണുന്ന ബ്ലൂ ലൈൻ കാണുന്നതൊക്കെ പ്രിൻ്റഡ് തന്നെയാണ് വരുന്നത്, അല്ലാതെ എംബ്രോയ്ഡറി അല്ല. പിന്നെ ഇതൊരു ഇലാസ്റ്റിക് മോഡലാണ് ടൈപ്പ് വന്നിട്ട്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളർ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സെറ്റായിരുന്നു കേട്ടോ. അതിൽ വൈറ്റ് ഇങ്ങനെ എംബ്രോയ്ഡറി ടൈപ്പായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വന്നിട്ട് നമുക്ക് ഷോളും കുർത്തിയും മാത്രമേ ഉള്ളൂ, അതായത് ദുപ്പട്ടയും കുർത്തിയും മാത്രമേ ഉള്ളൂ, ബോട്ടം വിയർ ഇല്ല. പിന്നെ മെറ്റീരിയൽ വൈസ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ജോർജറ്റി ആയിരുന്നു. അതൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇന്നർ ഇല്ല. നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ മാത്രമേ ഇന്നറുള്ളൂ. ബാക്കി താഴത്തോട്ട് നമ്മൾ അടിയിൽ പാൻറ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് വിസിബിൾ ആയിരിക്കും. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അത് എനിക്ക് തീരെ കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ബാക്കി നോക്കുന്ന സമയത്ത് നല്ലൊരു കുർത്തയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോള് വരണത് ഈ ഒരു ടൈപ്പാണ്. ഇങ്ങനെ ഒരു ഷോർട്ട് ടൈപ്പ് ഷോളാണ് കേട്ടോ. നമുക്കിങ്ങനെ കഴുത്തിൽ കൂടെ ഇങ്ങനെ ഇടാൻ പറ്റണ തരത്തിൽ. ലാസ്റ്റ് സെറ്റ്, അതായത് ആറാമത്തെ സെറ്റ് വന്നിട്ട് ഫുൾ സെറ്റായിരുന്നു. കുർത്ത, ദുപ്പട്ട, ബോട്ടം വിയർ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാർജ് സൈസായിരുന്നു. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ വന്നിട്ട് ഖാദി കോട്ടൺ എന്നുള്ളതായിരുന്നു. അപ്പോൾ വന്നപ്പോഴും ഏകദേശം ആ ഒരു തരത്തിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടം വിയർ ആണ് ഈ കാണുന്നത്. അപ്പോൾ അത് ബാക്കിൽ വന്നിട്ട് ഇലാസ്റ്റിക് ടൈപ്പായിരുന്നു. ബോട്ടം ആണെങ്കിലും നല്ലൊരു ടൈപ്പ് മീൻസ് മോഡൽ തന്നെയായിരുന്നു. ഷോളാണെങ്കിലും അതെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ലെങ്തി ഷോളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ഓഫീസ് വിയർ ആയിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ കോളേജ് വിയർ ആണെങ്കിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ.
അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് സെറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതുപോലെ ഏത് സെറ്റാണ് കൂടുതൽ എനിക്ക് മാച്ച് ആയിട്ടുള്ളത് എന്നും കൂടെ കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.